ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന അംഗീകാരമായ UN പബ്ലിക് സർവീസ് അവാർഡ് 2013 കേരളത്തിനും വിശേഷിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നൽകിയതിൽ വളരെ സന്തോഷമുണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളിലും നടക്കുന്ന ഭരണത്തിൻ്റെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗുഡ് പ്രാക്ടീസസ് അംഗീകരിക്കാനുമായി ഉണ്ടാക്കിയതാണ് ഈ UN പബ്ലിക് സർവീസ് അവാർഡ്. സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഈ പബ്ലിക് സർവീസ് അവാർഡ് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇത് പ്രത്യേകമായി വ്യക്തിപരമായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെയാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ് കോൺടാക്ട് പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തിൽ തന്നെ ഒരു അസാധാരണ സംഭവമാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ UN പബ്ലിക് സർവീസ് അവാർഡ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടന നൽകിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ നീണ്ട ഒരു പരിപാടിയിലൂടെയാണ്. അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ജൂറിയാണ് ഇതിനെ തിരഞ്ഞെടുക്കുക. എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ വരികയും അവ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിലേക്ക് ഈ അവാർഡുകൾ നൽകുകയുമാണ്. ഇത്തവണ മൊറോക്കോയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സൗത്ത് കൊറിയയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പുതിയ കാൽവയ്പ്പുകൾ ചെയ്തവർ, അത് സുതാര്യമായി ചെയ്യുന്നവർ, അത് ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി വികസ്വര രാജ്യങ്ങളിൽ നടക്കുന്ന സംവിധാനങ്ങൾ, അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ജനാധിപത്യത്തെ അവർ പ്രകീർത്തിക്കാറുണ്ടെങ്കിലും എപ്പോഴും പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളുടെ അത്രയും സുതാര്യമല്ല ഇന്ത്യയിലെയും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിലെയും ജനാധിപത്യ സിദ്ധാന്തങ്ങൾ എന്ന് അവർ പറയാറുണ്ട്. അതിനെ തീർച്ചയായിട്ടും മാറ്റിക്കൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി വളരെ മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ വികസ്വര രാജ്യങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരമായി വേണം നാം ഇതിനെ കണക്കാക്കാൻ. ഇത് തീർച്ചയായും ശ്രീ ഉമ്മൻചാണ്ടിക്ക് വളരെ അധികം അംഗീകാരം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കേരളത്തിന് പൊതുവെയും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ അംഗീകാരം തീർച്ചയായും നാം എല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്.